മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ കനകക്കുന്നിലെ മൂന്നാം ശനി ആചരണം 2026 ജൂലൈ 18 ശനിയാഴ്ച കാലത്ത് 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4:30 വരെ. ഏകദിന ധ്യാനം, സ്തുതി ആരാധന, വചനപ്രഘോഷണം, ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന, നേർച്ച ഭക്ഷണം. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ബ്രദർ പൗലോസ് പഞ്ഞിക്കാരൻ ആൻഡ് ടീം, നോർത്ത് ചാലക്കുടി. എല്ലാവർക്കും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സുസ്വാഗതം. മൂന്നാം ശനിയാഴ്ചകളിലെ എല്ലാ തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്ത് നിത്യസഹായ മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കനകക്കുന്നിലെ മൂന്നാം ശനി ആചരണം 2026 ജൂലൈ 18 ശനിയാഴ്ച. ഏവരെയും ഒരിക്കൽ കൂടി മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ജെറുസലേമിലേക്ക് പോകുമ്പോൾ ജെറുസലേമിൽ അവിടെ ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും, ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഏകദേശം ഈ ബലാനിയുണ്ട്. അപ്പോൾ കർത്താവ് എപ്പോൾ പോകുമ്പോഴും പോയി താമസിക്കുന്ന, കർത്താവിൻ്റെ സ്ഥലത്ത് കൂടെ സ്വീകരിക്കുന്ന, കർത്താവിൻ്റെ കരുതൽ കാണിക്കുന്ന ഭയങ്കര അടുപ്പുള്ള കുടുംബം. അപ്പോൾ കർത്താവ് ഈ വിവരം അറിഞ്ഞാൽ ഓടി അടച്ചു വരും എന്ന് വിചാരിച്ചിട്ടാണ് മാർത്തിയും പറയും ലാസർ രോഗിയായി എന്ന് പറഞ്ഞ് വിവരറിയിക്കുന്നത്. വിവരറിഞ്ഞിട്ട് ഒരു അക്ഷരം കർത്താവുണ്ട് പറഞ്ഞെന്താണ്, ഇത് ഈ രോഗം മരണത്തിൽ അവസാനിക്കാണ് എന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ വന്നതുകൊണ്ട് ഒരു ഭയങ്കര സന്തോഷം. അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലാവും. കാരണം കർത്താവ് പോണില്ല എന്ന് പറയുമ്പോൾ പരിപാടി എളുപ്പമായി. കാരണം എന്താ, അവർക്ക് പേടിയാണ്, അവരെ വേണ്ടി കല്ലറി വരും. യഹൂദന്മാർ കൊല്ലാൻ റെഡിയായിട്ടിരിക്കുക കർത്താവ്. കൂട്ടത്തിൽ ഇവർ വന്നാണ് ഇതിന് അടിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഈ കർത്താവ് കിട്ടാണ്ട് പോണില്ല എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ശിഷ്യന്മാർക്ക് 12 എണ്ണത്തിനും ഭയങ്കര ഹാപ്പി. നമ്മുടെ കൂടെ ഒരുപാടൊന്നുമില്ലെങ്കിൽ പരിപാടി ഈസി. അപ്പം അതുകൊണ്ട് 12 എണ്ണം മിണ്ടാണ്ടിരുന്ന ഒരു അക്ഷരം കിട്ടണമെങ്കിൽ ഫോണിൽ കത്തിരിക്കുന്ന കാര്യം മനസ്സിലായി. ഫോണിൽ കത്തിരിക്കുന്ന ഒരു അക്ഷരം കിട്ടണമെന്നുള്ള വാക്ക് പോലും ഇതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായി. കാരണം അത് കേൾക്കുമ്പോൾ ഓർമ്മ വന്നിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ വാക്കേ പിടിക്കും. അങ്ങനെയാണ് ഇതറിയുന്നത്. അപ്പോൾ അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു കർത്താവിന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞപ്പോൾ കർത്താവ് മരിച്ചു. അപ്പോഴാണ് ഒരു ഉള്ളിലേക്ക് പുറത്ത് വന്നത്. ഒരു പോകാൻ ഉദ്ദേശിച്ചില്ലേ, അവർ പറഞ്ഞു നിങ്ങൾ കൊല്ലാത്തതിനാണ് വെറുതെ ആവശ്യമില്ലാത്തതിന് പോയത്. അവനെ കൊല്ലണം എല്ലാവരും പ്രശ്നം, ഇവിടെ വന്നിട്ട് കല്ലറ് വരുമോ എന്നുള്ള പേടി. അതുകൊണ്ട് അവർ തടഞ്ഞു. അങ്ങനെ തടഞ്ഞപ്പോൾ കർത്താവ് പറയണം, ഇത് എന്തിൽ അവസാനിക്കാമെന്നാണ്, മരണത്തിൽ അവസാനിക്കുക. ഇത് നിസ്സാരമായി, ഇതൊരു മരണത്തിൽ അവസാനിക്കാൻ. ഒന്ന് കൈയുയർത്തി പ്രൈസിലോട് പറഞ്ഞ് കണ്ടു, കൈയുയർത്തി പ്രൈസിലോട് പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ വീശെന്ന് പറഞ്ഞു
അപ്പൊ ഇത് എന്തല്ല, മരണത്തിൽ ഓർത്തു വയ്ക്കണം, ഇത് മരണത്തിൽ അവസാനിക്കുന്നത്. നമ്മുടെ സമയവും കർത്താവിൻ്റെ സമയവും എപ്പോഴും കൂട്ടിക്കൂട്ടാം. നമ്മളൊരു പ്രാർത്ഥനയായിട്ട് തമ്പുരാൻ്റെ അടുത്ത് വന്നാൽ നമ്മളൊരു തീരുമാനത്തിലോ ഇന്ന ദിവസത്തേക്ക് പരിപാടി റെഡിയാക്കി എടുക്കുക. അങ്ങനെയല്ല, നമ്മൾ ഒരു അപേക്ഷയും പ്രാർത്ഥനയും വെച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസത്തേക്ക് പരിപാടി സെറ്റായിട്ട് അല്ല ചോദിച്ചാൽ ഞാനൊരു ദിവസം വയ്ക്കും, കർത്താവിനെ പരിപാടി റെഡിയാക്കി എടുത്തോ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആള് ധ്യാനത്തിന് ആളെ കാണും. എൻ്റെ എല്ലാ വയ്യ. കാരണം ഞാനൊരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം വരെ വിളിച്ചു നോക്കിയ ഒരു രക്ഷയില്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കിട്ടാതെ പരിപാടി. നമ്മുടെ സമയവും കർത്താവിൻ്റെ സമയവും മിക്കവാറും കൂട്ടിമുട്ടാനില്ല. പിടിയില്ല. നമ്മൾ വയ്ക്കുന്ന സമയം കർത്താവിൻ്റെ സമയം തമ്മിൽ കൂട്ടിമുട്ടാറില്ല. എന്താ കാരണം എന്നറിയാം? നമ്മൾ നിശ്ചയിക്കുന്ന സമയം പൊട്ടബുദ്ധിയോട് നിശ്ചയിക്കുന്ന സമയം. നമ്മുടെ ബുദ്ധിക്ക് എന്തായാലും വലിപ്പമുണ്ട്. ഞാൻ പറയാം ചുപ്പുണ്ടയുടെ വലിപ്പം. ചുപ്പുണ്ടയുടെ ഇത്ര വരയ്ക്കേണ്ടതായിരിക്കും. ചുപ്പുണ്ടയുടെ വലിപ്പമുള്ള ഈ തലച്ചോറുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ. മനസ്സിലായി? ചുപ്പുണ്ടയുടെ വലിപ്പമുള്ള ഈ തലച്ചോറുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ. അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഇന്ന് അമേരിക്ക പോകാനുള്ള ടിക്കറ്റ് റെഡിയാവണം, നാളേക്ക് ആഫ്രിക്ക പോകാനുള്ള, മറ്റന്നാൾ ജോലി കിട്ടണം. ഇതിനൊക്കെ ഡേറ്റും പരിപാടിയൊക്കെ കൃത്യം ഫിക്സ് ചെയ്യണം. എല്ലാം ഫിക്സ് ചെയ്ത് കർത്താവിനോട് പറയും. കാരണം എന്താണ്? ചുക്കുണ്ടയുടെ വലുപ്പമുള്ള ഈ തലച്ചോറുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ കാര്യങ്ങൾ. എന്നാൽ സകലതും മുഴുവനും കാണുന്നവനാണ് തമ്മിൽ. ഭാവി, വർത്തമാനം, ഭൂതം എല്ലാം കാണുന്നു. അപ്പം തമ്പുരാന് കൃത്യം അറിയാം ഇത് എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് സമയത്ത് കൊടുക്കണം, ഏത് വിധത്തിൽ കൊടുക്കണം, കൊടുക്കണോ എന്നൊക്കെ ആർക്കറിയാം? തമ്പുരാൻ. അതുകൊണ്ട് തമ്പുരാൻ കൃത്യമായിട്ട് സമയം നിശ്ചയിക്കും. തമ്പുരാന്റെ സമയം കറക്റ്റായിരിക്കും. നമ്മുടെ സമയം മിക്കവാറും തെറ്റായിരിക്കും. ഇവിടെ തെറ്റാണെന്നില്ല, പക്ഷെ മിക്കവാറും നമ്മൾ തീരുമാനിച്ച സമയം തെറ്റായി. കർത്താവിന്റെ സമയം തെറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കർത്താവ് നിശ്ചയിച്ച സമയം കൃത്യമായിരിക്കും. അതുകൊണ്ട് തരണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചൊരു കാര്യമാണെങ്കിൽ അത് തമ്പുരാൻ നിശ്ചയിച്ച സമയത്ത്, കൃത്യമായ സമയത്ത്, നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കൃത്യതയോട് കൂടിയിട്ടുണ്ട്. ഒരു സംശയം വേണം, ഞാൻ പറയാറുണ്ട്. ഈ പ്രളയം 2018 അല്ലേ? പ്രളയം. ആ 2018 പ്രളയം ഉണ്ടായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലക്കര പള്ളിക്ക് സിത്തേരി ഇട്ടത്. നിങ്ങൾ വിശ്വസിക്കുക? മുല്ലക്കര പള്ളി, ഞാൻ ആ കൂടി ഇതിന് മുമ്പ് വിചാരിക്കും ഒരേ ഒരു പള്ളിയാണ് മുല്ലക്കര പള്ളി. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ 7 കൊല്ലമായിട്ട് സിദ്ധേരിക്ക് എല്ലാ ശ്രമവും നടത്തി, എല്ലാം ശരിയായിട്ട് ഇരിക്കുക. പക്ഷെ അതിനത് മാത്രം കിട്ടില്ല. 7 കൊല്ലമായി. അപ്പം അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ചെന്ന അന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇവിടുത്തെ പോലെ ആരാധന പറയും. അപ്പം ഞാൻ ആദ്യത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് കുർബാനയ്ക്ക് കയറിയപ്പോൾ ഇതിങ്ങനെ 7 കൊല്ലമായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ കാര്യം ഇങ്ങനെ നടക്കണം. അപ്പോൾ ആദ്യത്തെ ബുധനാഴ്ച ചെന്നു, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച ഞാൻ കുർബാനയ്ക്ക് കയറി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഒരു ആരാധന പ്രഖ്യാപിച്ചു. അങ്ങനെ ഞാൻ കൈക്കാരന്മാരോട് ചോദിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു അടുത്ത വെള്ളിയാഴ്ച. അപ്പം ഞാൻ അങ്ങനെ
കർത്താവിൻ്റെ എപ്പോഴാണ് സമയം? കർത്താവ് പറഞ്ഞു 6 മണിക്കൂർ നേരം. സമയം എപ്പോഴാണ്? ഞാൻ കുരിശിൽ കിടക്കുന്ന സമയം. എപ്പോഴാണ് സമയം? 3 മണി. എപ്പോഴും 3 മണി കുരിശിൽ കിടക്കുന്ന സമയം കർത്താവ് കാലത്ത് 9 തൊട്ട് വൈകുന്നേരം ഉച്ചരിഞ്ഞ് 3 മണി വരെ കർത്താവ് കുരിശിൽ കിടക്കും. കാലത്ത് 9 തൊട്ട് ഉച്ചരിഞ്ഞ് 3 മണി വരെ. അപ്പോൾ ആ 6 മണിക്കൂർ നീ ആരാധനകൾ പ്രഖ്യാപിച്ചോളാം. അപ്പം ഞാനങ്ങനെ അനൗൺസ് ചെയ്തു, അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇവിടെ ആരാധന ഉണ്ടായിരിക്കും. ആരാധന ഉണ്ടായിരിക്കും. അപ്പോൾ കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ആരാധനയായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ചകൾ അവിടെ കാലത്തും വൈകിട്ടും കുർബാനയും. അപ്പോൾ അതിനിടയ്ക്ക് 6 മണിക്കൂർ കർത്താവ് കുരിശിൽ 6 മണിക്കൂർ കുർബാന ഉണ്ടായി, അല്ല ആരാധന ഉണ്ടാകുന്ന. ഞാൻ ഇറങ്ങി വരുമ്പോഴല്ലോ കുർബാനയ്ക്ക് കഴിഞ്ഞ് ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി ഇത് അനൗൺസ് ചെയ്തിട്ട് ഇറങ്ങി പോകുമ്പോൾ ഞാൻ അന്ന് വരെ എനിക്ക് അറിയാൻ പാടില്ലാത്ത പറ്റിയായിട്ട് ചെന്നിട്ടുള്ളൂ. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ആരാധനയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ആന്റണിയുടെ ഇതുപോലെ ആ ചേട്ടൻ പിന്നെ കുറച്ചൊക്കെ ഇവിടെ പരിചയമുള്ള ആളാണ്. ഈ ചേട്ടനിക്ക് ഒരു പരിചയമില്ല. ആളെന്നോട് പറഞ്ഞു, അച്ഛൻ ആരാധന തുടങ്ങുമെന്ന് പറഞ്ഞു. അതിന് എത്ര വലിയ അരുളിക്ക വേണോ അത്ര വലിയ അരുളിക്ക അച്ഛന് ഇഷ്ടമുള്ള വരൂട്ടി അതിനുള്ള കാശിക്കാൻ പോകും. അങ്ങനെ ചൊവ്വാഴ്ച തൃശ്ശൂർ പോയിട്ട് എല്ലാ കടകളും പോയി നമ്മുടെ കടകളൊക്കെ നോക്കിയിട്ട് ഈ വലിപ്പുകൾ ഇതെത്ര 24 ഇഞ്ച് ഏകദേശം ഈ വലിപ്പം ഇതിനേക്കാളും വലിപ്പമുള്ളൂ. അന്ന് 40,000 രൂപയാണ് കൊടുക്കുന്നത്. എത്ര കൊടുത്തു? 48. 48. അപ്പം തന്നെ 40,000, 38,000, 40,000 രൂപ കൊടുത്തിട്ട് ഈ മനുഷ്യൻ അച്ഛൻ വന്ന് നോക്കിക്കോളാം. ഇത് നേരെ വന്ന് കാണാൻ ആരാധനയൊന്നും നടത്തിക്കൊണ്ടിരിക്കില്ല. അവസാനത്തെ വെള്ളിയാഴ്ച പെട്ടെന്ന് ജഡ്ജി വിജയം പറയും. വെള്ളിയാഴ്ച ആരാധന സമയത്ത് വിജയം പറയും ആ കേസ്. അപ്പം എനിക്കൊരു പ്രതീക്ഷ ഒന്നുമില്ലാതെ എന്നുള്ള ആരാധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. വിധി പറഞ്ഞു കഴിഞ്ഞിട്ട് വിധി പറഞ്ഞുണ്ടായി ഞാൻ എഴുതി തരണം. തൃശ്ശൂർ കോർപ്പറേഷൻ എഴുതി തരണം. കോർപ്പറേഷൻ സെക്രട്ടറി എഴുതി തരണം. കൊടുക്കാനുള്ള അതിനുള്ള വിജയം വിധി പറഞ്ഞിരിക്കണം. പക്ഷേ എഴുതി തരാൻ എഴുതി തരും. ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, എഴുതി തരും. അപ്പം അങ്ങനെ നടക്കുമ്പോഴാണ് ഓഗസ്റ്റ് 15 തൊട്ട് പ്രളയം തുടങ്ങി. ചെറിയ പ്രളയം ഉണ്ടായി സിദ്ധേക്ക് അല്ലാതുണ്ടാകാൻ ഞാൻ വെറുതെ പറഞ്ഞല്ല. അങ്ങനെ പ്രളയം തുടങ്ങി. അപ്പോൾ പ്രളയമായി. പിന്നെ ആരും ആലോചിക്കില്ല. അപ്പോൾ അവർക്ക് സന്തോഷമായി തരാതിരിക്കാനായിട്ട് സ്വാധീനമുള്ള വേറെ ആൾക്കാരവിടെ ഉണ്ട്. അവരെ സ്വാധീനത്തിൽ തരാൻ എടുത്തു വെച്ചത്. അങ്ങനെ ജൂലൈ മാസം കഴിഞ്ഞു, ഓഗസ്റ്റ് മാസം കഴിഞ്ഞു, പ്രളയം അവസാനിച്ചു. സെപ്റ്റംബർ മാസം കടന്നു. അപ്പോഴൊക്കെ അങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്. പിന്നെ എഴുതി തരാൻ ഒരു തയ്യാറുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ സർക്കാർ എന്ന് പറഞ്ഞു പ്രളയത്തിന് കെടുതി തീർക്കാനായിട്ട് കാശ് കണ്ടെത്താൻ എല്ലാ പഞ്ചായത്തിനും എല്ലാ കോർപ്പറേഷനും എന്തുകൊണ്ടു ടാർഗറ്റ് കൊടുത്തു. ഇത്ര കോടി കോർപ്പറേഷൻ തിരിച്ചു തരണം, ഇത്ര കോടി പഞ്ചായത്ത് തിരിച്ചു തരണം. കാരണം പ്രളയക്കെടുതി തീർക്കാനായിട്ട് കാശ് കണ്ടെത്താൻ. അപ്പോൾ ഞാനൊരു ദിവസം സെപ്റ്റംബർ മാസത്തിൽ ഇങ്ങനെ 6 മണിക്കൂർ ആരാധന കഴിഞ്ഞു. 3 മണിക്ക് ആരാധന ക്ലോസ് ചെയ്ത് ഞാൻ മുറിയിൽ വന്നിട്ട് ഒരു ടൗണിലെ സ്വാധീനമുള്ള ഒരാളുണ്ട്, വളരെ ഇച്ചിരി കാശുകാരനായിട്ടുള്ള ആൾക്ക് ആ സ്ഥലമായിട്ട് ചെറിയൊരു കണക്ഷൻ. അപ്പോൾ ടൗണിലുള്ള ഇച്ചിരി കാശുകാരനൊക്കെയാണ് ഒരു ബിസിനസ്സുകാരൻ. അപ്പോൾ ഇയാളിടയ്ക്ക് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അവിടെയൊക്കെ കോർപ്പറേഷനിലൊക്കെ സംസാരിക്കണം. ഞാൻ ഈ ആരാധന കഴിഞ്ഞ് ഫോൺ ചെന്നിട്ട് മുറി ചെന്നിട്ട് വെറുതെ പിന്നെ വിളിച്ചേക്കാന്ന് വിചാരിച്ച് ഫോൺ വിളിച്ചപ്പോൾ ഇവരെവിടെ ഇരിക്കുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മുമ്പിൽ. എന്തിനാണ് സെക്രട്ടറിയുടെ മുമ്പിൽ ഇരിക്കുന്നത്? സെക്രട്ടറി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. നാളെ ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് 3 നമ്മുടെ ജില്ലയിൽ നിന്നുള്ള 3 മന്ത്രിമാർ വരും. കോർപ്പറേഷൻ 3 കോടി രൂപ കളക്ട് ചെയ്ത് കൊടുക്കണം എനിക്ക് പ്രളയനിധി. എല്ലാവരും കൊടുക്കൽ കഴിഞ്ഞാൽ ആരും കാര്യം കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരിപ്പോൾ
ഓരോ പ്രധാനപ്പെട്ടവരൊക്കെ സെക്രട്ടറിക്ക് ഫോൺ വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇവൻ ഒരു 3 ലക്ഷം രൂപ കൊടുക്കാമെന്ന് വാക്ക് കൊടുത്ത് ഇരിക്കണ നേരത്താണ് ഞാൻ ഫോൺ വിളിച്ചത്. അപ്പം ഇവൻ എന്ത് പറഞ്ഞതറിയും, അല്ല നീ ഇതുവരെ സെക്രട്ടറി ഇതുവരെ കൊടുത്തില്ലേ അച്ഛനാ സിസ്റ്ററിലെന്ന് പറഞ്ഞു. അത് കൊടുത്തില്ല, അതൊക്കെ പെട്ടത്. നാളെ 3 ലക്ഷം തന്നെങ്കിൽ അങ്ങനെ സാധനം കൊടുത്താൽ നിങ്ങളുടെ കയ്യിലെത്താൻ മതിയോ? അപ്പൊ 3 കോടി ശേഖരിച്ചു കൊടുക്കണമെന്ന് സർക്കാർ ടാലന്റ് കൊടുത്തവർക്ക് 28 ലക്ഷം പോലെ ആയില്ലാതിരിക്കുന്ന ആരെയും കോർപ്പറേഷൻ സെക്രട്ടറി ഇവരെ മനസ്സിലാവും. കോർപ്പറേഷൻ സെക്രട്ടറിക്ക് 28 ലക്ഷം പോലെ ആയിട്ടില്ല, 3 കോടി കൊടുക്കണമെന്നാണ് സർക്കാർ പറഞ്ഞാണ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 28 ലക്ഷം പോലെ ഇല്ലാതെ ഇരിക്കുമ്പോൾ 3 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ട് വിടാൻ പറ്റും കോർപ്പറേഷൻ സെക്രട്ടറിക്ക്? ആ മനസ്സില്ല മനസ്സൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും എഴുതി കൊടുക്കും. അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറയാൻ പോകണം, ആ ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് മന്ത്രി വന്ന് പോയാൽ നീ ഇത് കൊടുത്തിരിക്കണം. അപ്പം രാഷ്ട്രീയക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കണം നേതാക്കന്മാർ, നീ സാധനം കൊടുത്തിരിക്കണം, എന്നാലേ ഞാൻ 5 ലക്ഷം 3 ലക്ഷം തരുള്ളൂ, നീ കൊടുത്തിരിക്കണം എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു അന്നപ്പം അച്ഛനോട് പറയാൻ പറഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ പിറ്റേന്ന് 5 മണിയാകുമ്പോൾ ചെന്നു. ഞാൻ 1-2 ആൾക്കാരും കൂടി, മനുഷ്യന്മാരോടൊന്നും പറയാൻ പാടില്ല, ഇപ്പോൾ അവർ വേറെ വഴിക്ക് കൊണ്ടുപോകണ പോലെയൊക്കെ കൊണ്ടുപോയി കഴിക്കാന്മാരെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പോലെ കൊണ്ടുപോയി. ഇപ്പോൾ അതൊക്കെ നേരമായപ്പോൾ നമ്മൾ വിളിക്ക് വെച്ച്, അല്ലെങ്കിൽ അപ്പോഴും പാരം വരുമാനം കഴിക്കും നമ്മുടെ ആൾക്കാർ തന്നെയല്ലാതെ. അപ്പോൾ എന്തെങ്കിലും കൂടെ പോകണം വെച്ചാൽ പോയി കാണാമെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പോൾ മന്ത്രിമാർ വന്നത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ തരംഗം മാറാൻ നോക്കി തുടങ്ങി. ഞാൻ പറഞ്ഞു കിട്ടിയിട്ട് പോകുള്ളൂ, 3 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമായ കള്ളാസ് കൊടുത്തത് പറഞ്ഞു, അത് കിട്ടിയിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാത്രി 8:30 എഴുതി മേടിച്ച് സെമിത്തേരി പണിയാനുള്ള അനുവാദം എഴുതി വന്ന വഴി ആ കള്ളാസം കൊണ്ട് ഞാൻ പേര് വിളിച്ചു പറഞ്ഞ് ആരാധനയ്ക്ക് വയ്ക്കുന്നു. കള്ളാസം കൊണ്ട് നേരെ കൊണ്ടുപോയി കർത്താവ് വിളിച്ചു. 6 മണിക്കൂർ ആരാധന നടത്തി. അത് കഴിഞ്ഞ് മീറ്റിംഗ് കൂടി. രാത്രിക്ക് പൊക്കളിൽ രാത്രി കൊണ്ടുവന്ന് പഴയ അങ്ങോട്ട് കയറ്റി. കാരണം തടയാള ആൾക്കാർ അങ്ങനെ കയറ്റി. കാലത്ത് 1000 കുർബാന കഴിഞ്ഞുള്ള പ്രദർശനമായിട്ട് പോയിട്ട് സിന്ധ്യയുടെ സ്ഥലം തിരിച്ചുള്ളത് പൊക്കളിക്കാരനോട് പറഞ്ഞു, മണ്ണ് പൊക്കിയോളാം പണിത്. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴും പോലീസുകാരുടെ ഇന്നലും ആളൊക്കെ ഉണ്ടായി. പക്ഷെ അതോടുകൂടെ കഴിഞ്ഞ പ്രശ്നം. അപ്പോൾ ആ പ്രളയം ഉണ്ടായത് ആർക്ക് വേണ്ടി? നല്ലക്കറിയാൻ സത്യമില്ല. കർത്താവിൻ്റെ ഒരു സമയത്ത് ആ സമയത്ത് അത് നടന്നിരിക്കും. ദേവരാജ മതത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നടന്നിരിക്കുക. അതിന് വേണ്ടത് ആരറിയും? അവനെ ഞാനാ ഫോൺ വിളിക്കാൻ എനിക്ക് തോന്നിയത് കർത്താവിൻ്റെ ഫോൺ വിളിച്ചോ പറഞ്ഞു മനസ്സിലാവുക. വിളിച്ചപ്പോൾ അവൻ മുമ്പിൽ കൃത്യമായിട്ട് അയാൾ പെട്ടുപോയി. എഴുതുകാരാണ് മാർഗതല്ലേ ഗതികെട്ട അയാൾ ആ സാധനം എഴുതി. ഗതികെട്ടിട്ട് എഴുതുകയാണ് വലിയ പെരുണ്ടൊക്കെ. പക്ഷെ ഗതികെട്ട അവരെ കൊണ്ടത് എഴുതിപ്പിച്ചു. 1 കൊല്ലത്തിനുള്ളിൽ സെമിത്തേരി പണിതു. പിന്നെ വെക്കാനുവാദം വേറെ കിട്ടണം. അത് പുഷ്പം പോലെ കിട്ടും. 1 കൊല്ലത്തിനുള്ളിൽ ആദ്യം താഴെ കൊണ്ടിച്ചു. അതിന് ഞാൻ വെള്ളിയാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചു. സെമിത്തേരി കിട്ടി കഴിഞ്ഞിട്ട് ആരാധന പടം കൊണ്ടില്ല. അനുവാദം കിട്ടി. സെമിത്തേരി പണി കഴിഞ്ഞിട്ട് വെക്കാനുള്ള അനുവാദം കിട്ടി എന്നുള്ള പുറത്ത് വിടാൻ പറ്റുമോ? പ്രശ്നമില്ലേ? അപ്പം ഞാൻ ഈ കിട്ടിയ കടലാസ് പൊഴിഞ്ഞ് വെച്ചിട്ട് ഞായറാഴ്ച ആൾക്കാരിങ്ങനെ ചെറിയ ശൂരിങ്ങനെ പുറത്തുണ്ടപ്പോൾ വന്ന് വല്ലതൊക്കെ ചോദിക്കുമോ എന്ന് പേടിയില്ല. അപ്പം ഞാൻ വെള്ളിയാഴ്ച വീണ്ടും ആരാധന സമയത്ത് ഞാൻ കയറി ഇങ്ങനെ ആരാധന വെച്ചിട്ട് അവിടെ ഇരിക്കുക. അപ്പം ഞാൻ കർത്താവരോട് പറയാം, എൻ്റെ കർത്താവേ, നാളെ ശനിയാഴ്ച മറ്റൊന്ന് ഞായറാഴ്ച ഈ ഒരു അനുഗ്രഹം തരണം കർത്താവേ. എങ്ങനെയെങ്കിലും പരിപാടി സംഭവം കിട്ടിയ അന്ന് രാത്രി തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു കുട്ടിയുടെ അസ്ഥിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് മണ്ണുത്തി നിർത്തോണ്ട് വന്ന് പെട്ടിയിലാക്കി. രാത്രി ആരില്ലാത്ത നേരെ നോക്കി ഞാനും 5 പേരും കൂടി ഒപ്പിട്ട് സിമിത്തേരിയിൽ ചർമ്മിച്ചു എന്ന് വരുത്തി അടച്ചു. ഒപ്പിട്ട് രേഖയൊക്കെ വെച്ചു. കാരണം അപ്പം നടപ്പിലായി പിന്നെ തടഞ്ഞപ്പെടും. അപ്പം അതൊക്കെ രാത്രി ആയാലും ചെയ്തു വെച്ചത്. കോടതി മുമ്പിലൊക്കെ കൊണ്ടു കൊടുക്കണമെങ്കിലൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷെ എങ്കിലും പുറത്ത് പറയാൻ പറ്റില്ല കൊണ്ടുവച്ചിരുന്നു. അപ്പം ഞാൻ കർത്താവിനെ പറയുന്നുണ്ട്, എൻ്റെ കർത്താവ് ഒരാളുടെ കാര്യമൊന്നും തീരുമാനമാക്കി തന്നോ പുറത്ത് പറയില്ല. ഞാനിങ്ങനെ ഒരാളെ തീരുമാനിക്കി തരാൻ കർത്താവ് നാളത്തെ കഴിഞ്ഞ് ഞായറാഴ്ച ആൾക്കാർ വരുമ്പോൾ ചോദിക്കും.
അപ്പം ഞാൻ നോണ പറയാൻ എനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് നീ തന്നെ വേണ്ടത് ചെയ്തോളൂ. ഞാൻ ആരാധന 9 മണിക്ക് തുടങ്ങി 11 മണിയായപ്പോൾ കപ്പേർ എടുക്കാണ്ട് ഞാൻ അവിടെ ഇരിക്കുക ഈ കുർബാന നടത്തി കപ്പേർ എടുക്കാണ്ട് ആ സൈഡിൽ 8 കൊല്ലമായിട്ട് തളർവാദം പിടിച്ച് ഇരുന്ന് തളർന്ന് ഉണങ്ങി അങ്ങനെ ഒരു പരിപാടി ഒരു കമ്പനിയുണ്ട്. ആള് മരിച്ചു. അപ്പം ഞാൻ അതൊന്നും അനൗൺസ് ചെയ്തില്ല. എൻ്റെ വൈകിട്ട് കൂടെ പറഞ്ഞു ഉറക്ക ശ്രദ്ധിക്കാൻ പറഞ്ഞു. കുറച്ച് പേരാണ് ഈ കൂട്ടുന്നത്. ഉറക്ക ശ്രദ്ധിച്ചോളം പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഇന്നെന്തൊക്കെ ഭയങ്കര പാടായിരുന്നു ആരാധനയ്ക്കായിരിക്കണം. അത് ശ്രദ്ധിച്ചോളം പറഞ്ഞിട്ടത് ഉറക്ക ശ്രദ്ധിച്ചോളം പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചത് മനസ്സിലുള്ള പുറത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഉറക്ക ശ്രദ്ധിച്ചോളം. അപ്പോൾ കമ്മിറ്റിമാരുള്ളവരൊക്കെ ഉറക്ക ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നു കാര്യമില്ല. അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ പോയി വീട്ടുകാരെ വിളിച്ച് 1-2 പേർ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ആൾക്കാരുണ്ട്. അവരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു നടക്കാൻ തുടങ്ങുന്നതിൻ്റെ ഉള്ളിലാണ്, പക്ഷെ പുറത്തിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് പുറത്ത് പറയുമ്പോൾ കൂടിയൊക്കെ അടിക്കുന്നു, മണ്ണുത്തീരനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചോളൂ, വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിക്കോളും, കാപ്പിയൊന്നും കൂടെ കൊടുക്കണ്ട, കാപ്പിയൊക്കെ മണ്ണുത്തീരാന്നാണ് എനിക്ക് അറിയിക്കുന്നത്. ഒക്കെ സാധനം പോലെ അറിഞ്ഞത് കൊണ്ടുവന്നു. കാമര കൊണ്ടുവന്ന് പതുക്കെ ആരറിയാണ്ട് പള്ളിയുടെ വീട്ടിലേക്ക് കുറിച്ചു. ആൾക്കാർ മടങ്ങി പോകാൻ നിൽക്കണമായിരുന്നു. ഇവിടെ കുറിച്ചിട്ട് ആൾക്കാർ ഇവിടെ പറ്റുന്നില്ല. ഇതെന്തോ വരാത്തതില്ല. അതൊക്കെ കുറിച്ചിട്ട് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും. അപ്പൊ തമ്പുരാനൊരു സമയം, ഞാൻ അത് പറയാൻ വേണ്ടി ഇതിൻ്റെ കഥ പറയാൻ വേണ്ടി വന്നത്. തമ്പുരാനൊരു സമയമുണ്ട്. തമ്പുരാനൊരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം കറക്റ്റായി. പിന്നെ അത് തെറ്റി അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ സമയത്താണെങ്കിലും ഓരോ പ്രശ്നമുണ്ടാവും. നമ്മൾ പിടിവാശി പിടിച്ച് നമ്മുടെ അപ്പം പല പ്രശ്നമുണ്ട്. ആ സ്ഥാനത്ത് തമ്പുരാന്റെ സമയത്ത് ഒരു കാര്യം നടന്നാൽ അത് കീർത്തിയായിരിക്കും. പിന്നെ അതിന് ഒരാൾക്ക് ഇടപെട്ടാൽ ഒന്നും നടത്താൻ സാധിക്കില്ല. ഒരു കൊല്ലം ഈ വാഗപ്പള്ളിയിൽ ഞാൻ ഇവിടെ ഉള്ളപ്പോഴും കുഴിച്ചിടാൻ പറ്റി. 25 കൊല്ലമായിട്ട് കുഴിച്ചിടാൻ പറ്റിയ 25 കൊല്ലം അനുവാദം കുഴിച്ചിടാൻ അനുവാദം കുഴിച്ചിടാൻ പറ്റിയില്ല വാഗയിൽ. പക്ഷെ എനിക്ക് പണിയാനുള്ള അനുവാദം കിട്ടി. 1 കൊല്ലം അവിടെ ഉള്ളിൽ വയ്ക്കാനുള്ള അനുവാദം കിട്ടി. കുഴിച്ചിട്ടും കഴിഞ്ഞു. ഇപ്പോൾ അവിടെ മത്സരമാണ്. അത് കരഞ്ഞോട് പോയി കിടക്കുന്നത് ഭയങ്കര 200 കല്ലുള്ളത് അതിന് 100 കഴിഞ്ഞാണ്. ഞാനൊരു 10-20 കൊല്ലം കഴിയുമ്പോഴത് തുറക്കേണ്ടി വരുള്ളൂ. 100 കഴിഞ്ഞു അനുസരിച്ചിട്ട് പോകും. അപ്പം ഞാൻ അമ്മമാരോടൊക്കെ പറയാനുണ്ട്, നിങ്ങളൊന്ന് ഇറങ്ങി വരുന്നത് ഞാൻ അവിടെ കിടക്കുന്നുണ്ട്. കയറാണെ അത് കുഞ്ഞിനെ മുളകി പോയോ ഇപ്പം രാത്രി ആകുമ്പോഴേ ഇങ്ങോട്ട് വേനൽക്കാലം പറയുന്നത്. അപ്പം അതാണ് തമ്പുരാന്റെ സമയത്ത് ഒരു കാര്യം തീരുമാനിക്കും. അപ്പം നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. അതാണ് ഈ കർത്താവെന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഒന്നും സംഭവിക്കാനാണ്. മറിയും ആഗ്രഹിച്ചൊരു സമയമുണ്ട് കർത്താവ് വരുന്നത്. അതാണ് പിന്നെ ഉണ്ടാകുന്ന സംഭവമാണ്. നീ ഇത് അറിഞ്ഞിട്ട് എന്താ കർത്താവ് വരാൻ, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നടന്നത്. കർത്താവിനെ ഒന്നും പേടിച്ചിട്ട് സമയം കറക്റ്റ് സമയം അതെന്തിന് കാരണമാകും? ദൈവത്തിൻ്റെ മഹത്വത്തിന്. തമ്പുരാന്റെ സമയത്ത് നടക്കുന്ന ഒരു കാര്യം ദൈവമഹത്വത്തിന് കാരണമായിട്ട് തീരും. എന്നാലും നമ്മുടെ സമയത്ത് നടന്ന കാര്യം ദൈവമഹത്വത്തിന് ഉപകരിക്കില്ല. പ്രൈസലോ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന വരാനിരിക്കുന്ന ജീവിതം അതെന്തെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവമാണ്. നീ ഇന്നതെന്തായി തീരും, ഇങ്ങനെ തീരുന്നൊക്കെ അറിയുന്ന ദൈവമാണ്. ആ ആളുടെ മുമ്പിലേക്ക് തട്ടിപ്പ് വെട്ടിപ്പ് ചെയ്യാൻ പറ്റുമോ? സൂക്ഷിച്ചു പറയണം. നമുക്ക് പറ്റില്ല. നീ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയാം, അന്ന് എന്താണെന്ന് തന്നെ അറിയാം, വരാനിരിക്കുമ്പോ എന്താണെന്ന് അറിയാം. നിന്റെ പിതാക്കന്മാരുടെ, അതായത് അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഞാനേ. നിനക്കൊരു കുറവുണ്ട്. നിന്റെ ഭാവിയും ഭൂതവും എന്ന് പറയാ വർത്തമാനം ഒക്കെ അറിയുന്ന ആളാണ് ഞാന്. നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് നീ നികത്ത്. കാരണം നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. പറഞ്ഞേ ഹല്ലേലൂയ.
നമ്മുടെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കൊണ്ട് നടക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ വരുന്നത്? വേദന, നൊമ്പരം, പ്രയാസം ഞാൻ സഹിച്ചു, സ്വീകരിച്ചു, പക്ഷെ എന്നിൽ കുറവുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയവര് വീട്ടിലുള്ളവരെ കുറ്റം പറയില്ല. ക്രിസ്തു എന്താണെന്ന് മനസ്സിലാക്കില്ല. ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് പേര് ചൊല്ലി വിളിച്ച വ്യക്തിയാണ് ഞാന്. അപ്പൊ എന്തുണ്ടാവും? എല്ലാ ഗോളും ഈ പോസ്റ്റിലേക്ക് തന്നെ വരും. എല്ലാ ഗോളും ഈ പോസ്റ്റിലേക്ക് തന്നെ വരും. അല്ലെ? അങ്ങനെയല്ലേ എഴുതിയേക്കണം. അപ്പൊ ലോകം പിശാചാണ് അല്ലെ? ലോകത്തിലെ വഴികൾ ഏതൊക്കെയാണ്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയോട് സദൃശമായ മറ്റനവധി പ്രവർത്തനങ്ങൾ. ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു വ്യക്തി പോലും സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയില്ല. സൂക്ഷിക്കണേ. ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ പോലും ദൈവരാജ്യത്തിന് അവകാശികളാകുകയില്ല. അത് തീർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ ലോകം വെടിയണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ? 16 കാര്യങ്ങളും അതിനോട് സാദൃശ്യപ്പെട്ട മറ്റനവധി എന്നാ പറഞ്ഞത് അല്ലെ? ഇപ്പോഴത്തെ മയക്കുമരുന്ന് അല്ലെ, ബ്രൗൺ ഷുഗർ, ഹാൻസ്, പാൻപരാഗ്, ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഒത്തിരി മക്കള് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ വഴി അതാണ് യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 15-ഉം 16-ഉം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ഉം 16-ഉം 17-ഉം തിരുവചനം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. പിന്നെ എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അകന്ത, ഇങ്ങനെയുള്ളതൊന്നും ലോകത്തിന്റെ പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. പിന്നെ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനായിട്ട് എന്നേക്കും നിലനിൽക്കും. അപ്പൊ ആരുടെ ഹിതം പ്രവർത്തിക്കേണ്ടത്? ദൈവഹിതം. ദൈവഹിതം എന്തെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ഹിതം അതെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാഖിയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ മടങ്ങി വരണം? എങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത്? യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് എഫെസോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ 22, 23, 24 തിരുവചനം വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. എന്തുണ്ട്? ശക്തിയുണ്ട്. വചനം എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ മാംസം ധരിക്കണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വചനം മാംസം ധരിക്കണം. വചനത്തിൽ ജീവിക്കണം. വചനത്തില് ജീവിക്കണം. ജീവിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങള് നമ്മളിലേക്ക് ചൊരിയും. പ്രൈസ് ദി ലോർഡ്. കൃപകൾ ചൊരിയും, അനുഗ്രഹങ്ങൾ ചൊരിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. അതുകൊണ്ട് പുതിയ മനുഷ്യനെ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. അത് വായിച്ചുമ്പോൾ 4-ാം അധ്യായം എഫെസോസ് 4-ല് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയണം. പ്രൈസ് ദി ലോർഡ്. എവിടെ കളയണമെന്ന് പറഞ്ഞ്
എനിക്ക് തലവേദനയാണ്. എന്താണ്? ഇത് തുടങ്ങിയിട്ട് 16 വർഷം കഴിഞ്ഞു. പ്രൈസലോ. തലവേദനയ്ക്ക് ഒരുപാട് ഡോക്ടർമാരെ കണ്ട്, എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്ത് ഡോക്ടർമാർ പറഞ്ഞ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇവൾക്കാണെങ്കിൽ തലവൾ പറയാണ് ഒരു ദിവസം